ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹൃദയം തിരുഹൃദയം വിചിന്തനം നമുക്ക് തുടരാം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഹൃദയം സ്നേഹിക്കാനുള്ളതാണ് എന്ന യാഥാർത്ഥ്യമാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ സൂചിപ്പിച്ച ഒരു കാര്യമാണത്. നമുക്കൊരു ഹൃദയമുണ്ട്. ഹൃദയം സ്നേഹിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. സ്നേഹിക്കുന്നവരായി നമുക്ക് മാറാം. അതാണ് ഈ വിശുദ്ധ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സഭ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, ഏതാനും വിശുദ്ധര് സ്നേഹം എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിക്കുന്നവരായി മാറുവാൻ നമുക്ക് കഴിയട്ടെ. എന്താണ് സ്നേഹം? സഭാ പഠനം നമ്മൾ കാണുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1824. അത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 9-10 വചനങ്ങളുടെ സന്ദേശവുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. ഈ വചനഭാഗം എടുത്തു കാണിച്ചുകൊണ്ട് സഭ നമ്മെ പഠിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, സ്നേഹമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നിയമമാണ്. ക്രിസ്തുവിൻ്റെ നിയമമാണ് സ്നേഹം. സ്നേഹിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ നിയമം പാലിക്കുന്നവരായി മാറുന്നു. രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സ്നേഹം. നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുടെ ലിസ്റ്റ് അതിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് സ്നേഹമാണ്. ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ലവ്. അങ്ങനെയും പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. സ്നേഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം. ഇത് ഉള്ളതിൻ്റെ സൂചനകളാണ് മറ്റു കാര്യങ്ങളിലൂടെ പ്രകടമാകുന്നത്. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് സ്നേഹം. ഗലാത്യർ 5-ാം അധ്യായം 14-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് സ്നേഹം. നാം ഈ കൽപ്പന പാലിക്കുമ്പോൾ മറ്റെല്ലാ കൽപ്പനകളും പാലിക്കുന്നവരായിട്ട് മാറുന്നു. പറയുണ്ട് സ്നേഹം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സ്നേഹത്തിന് വേണ്ടിയുള്ളതാണ് ഹൃദയം. പറയുണ്ട് ഈ ഹൃദയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായി മാറണം എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ സഭ നമ്മെ പഠിപ്പിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1889 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും വലിയ സാമൂഹിക കൽപ്പനയാണ് സ്നേഹം. സോഷ്യൽ കമാൻഡ്മെന്റ് എന്ന് പറയാൻ പറ്റും. ഏറ്റവും വലിയ സാമൂഹിക കൽപ്പനയാണ് സ്നേഹം എന്ന് പറയുന്നത്. അതോടൊപ്പം അവിടെ ഒരു 4 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രാർത്ഥനയുടെ ഉറവിടമാണ് സ്നേഹം. സ്നേഹമുള്ളവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നവരിൽ സ്നേഹം വളരും. മറ്റൊന്ന്, മൗലിക വികാരമാണ് സ്നേഹം. നമുക്ക് എല്ലാം നൽകപ്പെട്ടിരിക്കുന്ന മൗലിക വികാരം, അതാണ് സ്നേഹം. മറ്റൊരു കാര്യം, മൂന്നാമത്തെ കാര്യം, വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവാണ് സ്നേഹം. നാലാമത്തെ കാര്യം, പ്രേഷിതത്വത്തിൻ്റെ ആത്മാവാണ് സ്നേഹം. പറയുണ്ട് സ്നേഹമുള്ളവർ പ്രേഷിത വേലയ്ക്ക് തയ്യാറാകും. പ്രേഷിത വേല നമ്മൾ ചെയ്യുന്നത് ദൈവത്തെ നാം സ്നേഹിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അതിനുണ്ട് വിശുദ്ധര് ഈ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ജിയാന്ന ബെറേറ്റ അവർ പറഞ്ഞത്, സ്നേഹവും സഹനവും സൂര്യനും പ്രകാശവും പോലെയാണ്. സൂര്യനും പ്രകാശവും തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞ പോലെ സ്നേഹവും സഹനവും അഭേദ്യമായ ബന്ധമുള്ള കാര്യങ്ങളാണ്. സ്നേഹമുള്ളവർ സഹിക്കാൻ സന്നദ്ധരാകും. സഹിക്കാൻ സന്നദ്ധതയുള്ളവർ സ്നേഹത്തിൽ വളരും. അതാണ് ഈ വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. വിശുദ്ധ മദർ തെരേസ അവർ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിന്റെ സ്നേഹം ആത്മാർത്ഥമെങ്കിൽ, ആത്മാർത്ഥമാണോ അല്ലാത്തതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആത്മാർത്ഥമെങ്കിൽ ആ സ്നേഹത്തെ പ്രതി നീ വില കൊടുക്കും.
ആ സ്നേഹത്തെ പ്രതി നീ നൊമ്പരമെടുക്കും. ആ സ്നേഹത്തെ പ്രതി സ്വയം ശൂന്യവൽക്കരണത്തിന് നീ തയ്യാറാകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതുപോലൊരു സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത്. ഈ സ്നേഹമാണ് കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ ഹൃദയം ഈ തിരുഹൃദയം പോലെ ആയി മാറണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ട കൃപയ്ക്കായി തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ഒരു പൊതു നിയോഗമായിട്ട് വയ്ക്കുന്നത് ക്ഷമിക്കാതിരിക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നല്ല ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങേപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.